നമസ്കാരം. നമ്മൾ ഓണത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് അടുത്തത് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ അതിനെ സംബന്ധിച്ചിട്ട് പറയുമെന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കൊറോഷൻ്റെ ഇലക്ട്രോ കെമിക്കൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്കൊക്കെ സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഇരുമ്പ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ലെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ല. അപ്പം ഇരുമ്പിൻ്റെ പുറത്തെ അൺഈവൻ സർഫസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിഫോം അല്ലാത്ത സർഫസ്, സം പാർട്ട് എക്സ്പോസ് ടു എയർ വൈൽ സം ആർ കവേർഡ്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് എപ്പോഴും ഈ തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ എയറുമായിട്ട് എക്സ്പോഷറിലിരിക്കുന്ന പാർട്ട് അത് എപ്പോഴും വർക്ക് ചെയ്യുന്ന ആനോഡായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കവേർഡായിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയർ പാർട്ട് ക്യാഥോഡായിട്ടും വർക്ക് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ദെയർ ഒക്കർ ദ റിയാക്ഷൻ ഓഫ് എ ഗാൽവനിക് സെൽ വിതിൻ ദാറ്റ് അയൺ റോഡിൽ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ പ്രവർത്തനം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പണായിട്ടിരിക്കുന്ന ഇരുമ്പിൻ്റെ ഭാഗത്ത് അവിടെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അയൺ ആറ്റങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അയൺ ആറ്റങ്ങൾ എന്തായിട്ട് മാറുന്നു? അയൺ 2+ ആറ്റങ്ങളായിട്ട് മാറുന്നു. അതിനെ നമ്മൾ ഇക്വേഷനിലൂടെ കാണിക്കുമ്പോൾ Fe ആരോ മാർക്ക് Fe2++2 ഇലക്ട്രോൺ എന്ന് പറയും. അപ്പോൾ അതാണ് ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ആനോഡിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റെസ്റ്റിംഗ് ഓഫ് അയൺ അതിനകത്ത് നടക്കുന്നത്. ഇനിയും നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജനുണ്ട്, വാട്ടർ വേപ്പറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്ന് കാർബോണിക് ആസിഡിൻ്റെ അംശം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഈ കാർബോണിക് ആസിഡ് ഒരു മൈൽഡ് അല്ലെങ്കിൽ വീക്ക് ആസിഡാണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് എപ്പോഴും H+ അയോണുകളും ബൈകാർബണേറ്റ് HCO3- അയോണുകളും ആയിട്ട് മാറും. അങ്ങനെയുള്ള H+ അയോണുകൾ ഈ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഈ അയൺ ആറ്റങ്ങൾ നഷ്ടപ്പെടുത്തി ഇലക്ട്രോണുകളുടെയും സാന്നിധ്യത്തിൽ പരസ്പരം പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ദ ക്യാഥോഡ് റിയാക്ഷൻ. അപ്പോൾ ക്യാഥോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആനോഡ് റിയാക്ഷനിലുണ്ടായ ഇലക്ട്രോണുകൾ എവിടെ നിന്നുണ്ടായി? അയണിൽ നിന്നും ഉണ്ടായി. Fe2+ ആയി മാറിയപ്പോൾ ഉണ്ടായ ഇലക്ട്രോണുകൾ, അതേപോലെ കാർബോണിക് ആസിഡ് സപ്ലൈ ചെയ്യുന്ന H+ അയോണുകൾ, അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, ഇവയുടെ കോമ്പിനേഷൻ. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? വാട്ടർ ഉണ്ടാകും. ദാറ്റ് ഈസ് ദ ക്യാഥോഡ് റിയാക്ഷൻ. ആനോഡ് റിയാക്ഷൻ ഈസ് Fe giving Fe2++ electron and cathode reaction is O2 plus H+ electron giving water. നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതണം. അത് ഞാൻ കാണിക്കാം. ഇനി ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോഴോ ക്യാഥോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും കൂടെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരുമിച്ച് ചേർക്കുക, റൈറ്റ് സൈഡും ഒരുമിച്ച് ചേർക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് 4 ഇലക്ട്രോൺ, ഒന്നാമത്തെ ഇക്വേഷൻ്റെ ആരോയുടെ റൈറ്റ് സൈഡിൽ വരുന്ന 4 ഇലക്ട്രോണും രണ്ടാമത്തെ ഇക്വേഷൻ്റെ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന 4 ഇലക്ട്രോണുകളും ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് സ്കോർ ചെയ്ത് അത് പോകും. അവശേഷിക്കുന്ന Fe + O2 + H+ ആരോ മാർക്ക് Fe2+ + 2H2. ആ നിലയ്ക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ ഇപ്രകാരം ഒരു ഇക്വേഷൻ 2Fe + O2 + 4H+ ആരോ മാർക്ക് 2Fe2+ + 2H2. ഒന്നുകൂടെ പറയാം. 2Fe + O2 + 4H+ ആരോ മാർക്ക് 2Fe2+ + 2H2. അങ്ങനെ ഒരു ഇക്വേഷൻ. ഇനിയും ഇങ്ങനെ ഉണ്ടാകുന്ന Fe2+കൾ
Fe2+ ഉണ്ടായല്ലോ അനോഡ് റിയാക്ഷൻ്റെ ഫലമായിട്ട്. അവർ ഓക്സിജനും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും ഈ കാഥോഡ് റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ ഇവരുമായിട്ട് പ്രവർത്തിച്ചിട്ട് Fe2O3 ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാകുന്നു. ഒപ്പം ഹൈഡ്രജൻ അയോണുകൾ വീണ്ടും റീജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സെക്കൻഡറി റിയാക്ഷൻ. അടുത്ത സ്റ്റെപ്പിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ ആഡ് ചെയ്ത് ഓവറോൾ റിയാക്ഷൻ നമ്മൾ എഴുതി, ദാറ്റ് ഇസ് പ്രൈമറി റിയാക്ഷൻ. സെക്കൻഡറി റിയാക്ഷൻ എന്താണ്? Fe2+ ഓക്സിജനുമായിട്ട് ചേർന്ന് വാട്ടർ വേപ്പറുമായിട്ടും ചേർന്ന് ഫെറിക് ഓക്സൈഡ് Fe2O3യും ഹൈഡ്രജൻ അയോണുകളും ഉണ്ടാകുന്നതാണ് സെക്കൻഡറി റിയാക്ഷൻ. അത് നമുക്ക് 4Fe2+ + O2 + 4H2O ആരോ മാർക്ക് 2Fe2O3 + 8H+ എന്നെഴുതാം. എങ്ങനെ എഴുതാം? 4Fe2+ + O2 + 4H2O ആരോ മാർക്ക് 2Fe2O3 + 8H+. ഇതാണ് സെക്കൻഡറി ഇക്വേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന ഫെറിക് ഓക്സൈഡ് Fe2O3 വീണ്ടും വാട്ടർ വേപ്പറുമായിട്ട് ചേർന്നിട്ട് Fe2O3XH2O Fe2O3XH2O. കാരണം Fe2O3യുടെ എത്ര തന്മാത്രകൾ XH2O എത്രയോ ജലാംശമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ദാറ്റ് ഈസ് കോൾഡ് Fe2O3XH2O ഓർ റസ്റ്റ്, തുരുമ്പ് എന്ന് പറയുന്ന വസ്തു. ഇതാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ തിയറി ബിഹൈൻഡ് കൊറോഷൻ ഓർ റസ്റ്റിംഗ് ഓഫ് അയൺ. ഇത് നമ്മൾ സമ്മപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാനൊക്കും? ഇഫ് ദ അയൺ, നമുക്ക് 1-2 പോയിന്റുകളായിട്ട് നമുക്ക് പറയാം, 2-3-4 പോയിന്റുകളായിട്ട് അത് പറയാം. ഇഫ് ദ അയൺ ഈസ് ഫുള്ളി കവേർഡ് ബൈ എനി മീൻസ് ഇറ്റ് വിൽ നോട്ട് റെസ്റ്റ് ഇൻ അവർ. അയൺ പൂർണ്ണമായും നമ്മൾ കവർ ചെയ്ത് വെച്ചാൽ ഒരിക്കലും അത് റെസ്റ്റിങ്ങിന് വിധേയമാകത്തില്ല. വെനെവർ ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ഓർ സറൗണ്ടിങ് റെസ്റ്റിംഗ് ഹാപ്പൻസ്. അതെപ്പോഴും തുറസായ സ്ഥലത്തിരിക്കുകയോ അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിന് നേരെ തുറന്നിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ തുരുമ്പ് ഉണ്ടാകത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം നമുക്ക് പറയാവുന്നത് ദെയർ ആക്ട്സ് എ ഗാൽവനിക് സെൽ. അവിടെ ഒരു ഗാൽവനിക് സെല്ല് ആക്ട് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയാം. ഹിയർ ദ ആനോഡ് റിയാക്ഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് അയൺ ഇൻറ്റു അയൺ അയോൺസ്, ഫെറസ് ഇൻറ്റു Fe2+ അയോൺസ്. അടുത്ത പോയിന്റ് എന്ന് പറയാം. ദ കാഥോഡ് റിയാക്ഷൻ ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ അയോൺസ്, ബ്രാക്കറ്റിൽ നമുക്ക് എഴുതണം, ഫോംഡ് ഫ്രം കാർബോണിക് ആസിഡ് ആൻഡ് ഇലക്ട്രോൺസ്, അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാം ഫോംഡ് ഫ്രം ആനോഡ് റിയാക്ഷൻ ഓഫ് അയൺ ആൻഡ് ഓക്സിജൻ ഗിവിങ് വാട്ടർ. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം. ദ ഓവറോൾ റിയാക്ഷൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് ഹൈഡ്രജൻ അയോൺസ് ഗിവിങ് ഫെറസ് അയോൺസ് ആൻഡ് വാട്ടർ. അടുത്ത പോയിന്റ് എന്താണ്? ദ ഫെറസ് അയോൺസ് then combines with water and oxygen forming ferric oxide. Last point എന്താണ്? This ferric oxide combines with water forming hydrated ferric oxide or rust. അപ്പോൾ ഇതാണ് നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ അതോടെ ആ ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ പഠിക്കണം. റൈറ്റ് ദ ഇലക്ട്രോ കെമിക്കൽ തിയറി ബിഹൈൻഡ് കൊറോഷൻ. അതിനകത്ത് എല്ലാ പോയിന്റ് എഴുതിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് ഫോർത്ത് ചാപ്റ്റർ. അപ്പോൾ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു മോഷനാണ്. കൈനറ്റിക് എനർജി, മൂവ്മെൻറ്റിനെ സംബന്ധിക്കുന്ന എനർജി. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിനെ സംബന്ധിച്ചുള്ള സ്റ്റഡിയാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓർ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ ഓർ വെലോസിറ്റി ഓഫ് എ റിയാക്ഷൻ. സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വാഹനങ്ങളുടെ വെച്ച് പറയാം, ഇത്ര മണിക്കൂറിൽ ഇത്ര സ്ഥലം സഞ്ചരിച്ചു.
അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ പർട്ടിക്കുലർ ടൈം, ദാറ്റ് ഈസ് കോൾഡ് സ്പീഡ്. ഹിയർ ഓൾസോ സെയിം, ഇവിടെയും അത് തന്നെയാണ്. ഒരു റിയാക്ഷൻ ആരംഭിച്ചു, ആ റിയാക്ഷൻ പ്രോഡക്റ്റായിട്ട് മാറുന്നു. റിയാക്റ്റൻറ്റുകളാണ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റായിട്ട് മാറുമ്പോൾ നമുക്കറിയാം ബിഗിനിങ്ങിൽ പ്രോഡക്റ്റ് ഒന്നുമില്ല, റിയാക്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നീട് കുറേ സമയം കഴിയുമ്പോൾ റിയാക്റ്റൻസ് പതുക്കെ പ്രോഡക്റ്റ് ആകാൻ തുടങ്ങും. അങ്ങനെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഹൗ മച്ച് റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് ഇൻ എ പർട്ടിക്കുലർ ടൈം, ഇഫ് ദാറ്റ് ഈസ് മെഷർഡ് ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ പറയും. അപ്പം അവിടെ നമുക്ക് രണ്ട് രീതിയിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വൺ ഈസ് കോൾഡ് ആവറേജ് റേറ്റ്, ദ സെക്കൻഡ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. വൺ ഈസ് കോൾഡ് ആവറേജ് റേറ്റ്, ദ സെക്കൻഡ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ ബിഗിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ കോൺസെൻട്രേഷനിൽ എന്ത് വ്യതിയാനമുണ്ടായി, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ടോട്ടലായിട്ട് എന്ത് വ്യതിയാനമുണ്ടായി, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ടോട്ടലായിട്ട് എന്ത് വ്യതിയാനമുണ്ടായി. ഒപ്പം ആ വ്യതിയാനം ബിഗിനിങ് ടു എൻഡ് എടുത്ത ടൈം, ആ ടൈം കൊണ്ട് നമ്മൾ ഓവറോൾ കോൺസെൻട്രേഷൻ ചേഞ്ചിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും റേറ്റ് കണ്ടുപിടിക്കുന്നത്? ദ കോൺസെൻട്രേഷൻ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ റിയാക്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ, കോൺസെൻട്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ. അത് റിയാക്റ്റൻറ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? റിയാക്റ്റൻറ്റ് വെച്ച് നോക്കുമ്പോൾ എൻഡിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതേസമയം ബിഗിനിങ്ങിൽ കൂടുതലാണ്. അപ്പം നമ്മളെപ്പോഴും ഡിഫറൻസ് എടുക്കുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ, എൻഡ് മൈനസ് ബിഗിനിങ്. അപ്പോൾ തീർച്ചയായിട്ടും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ വി ഗെറ്റ് എ നെഗറ്റീവ് കോൺസെൻട്രേഷൻ വാല്യൂ, നെഗറ്റീവ് കോൺസെൻട്രേഷൻ വാല്യൂ വാട്ട് എവർ ഇറ്റ് ഈസ്. അതെന്ത് തന്നെയായിരുന്നാലും നമ്മൾ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യുന്നില്ല. ആ കോൺസെൻട്രേഷൻ ഉണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ദ ഓവറോൾ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ആ നെഗറ്റീവ് സൈൻ എന്തിനെ കാണിക്കുന്നു? ആസ് ദ ടൈം ഈസ് ഗോയിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ്. സമയം കഴിയുന്തോറും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്നു എന്നത് മാത്രമേ ആ നെഗറ്റീവ് സൈൻ ധ്വനിപ്പിക്കുന്നുള്ളൂ. കാരണം നമുക്കൊരിക്കലും സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഒരു വാഹനം നെഗറ്റീവ് 10 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു എന്ന് പറയുന്നു, 0 എത്തുമ്പോൾ തന്നെ അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥവുമില്ല. അപ്പോൾ ആ നെഗറ്റീവ് സൈനിൻ്റെ പ്രാധാന്യം അത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സിംപ്ലി വിത്ത് ഇൻക്രീസിങ് ടൈം ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അവിടെ കിട്ടുന്ന പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ആവറേജ് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് പ്രോഡക്റ്റ് വെച്ച് പറയാം. പ്രോഡക്റ്റ് വെച്ച് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ബിഗിനിങ്ങിൽ കുറവാണ് കോൺസെൻട്രേഷൻ, എൻഡിൽ കൂടുതലാണ്. അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെ കോൺസെൻട്രേഷൻ ചേഞ്ചിന് കിട്ടുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റിയാക്ഷൻ. യു ഗെറ്റ് എ കോൺസെൻട്രേഷൻ വാല്യൂ ഡിവൈഡ് ബൈ ദ ഓവറോൾ ടൈം. ദാറ്റ് ഇസ് കോൾഡ് ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ മീൻസ് the total change in concentration of either the reactant or the product during the course of the reaction divided by the overall time taken for the reaction. ഒന്നുകൂടെ പറയാം. The average rate is equal to the total change in concentration of either the reactants or the products divided by the total time taken for that reaction or change. അതാണ് ആവറേജ് റേറ്റ്. ഇതിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ആവറേജ് റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു റിയാക്ഷനെ സംബന്ധിച്ച് ഒരു ആവറേജ് റേറ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ പലപ്പോഴും സ്റ്റഡീസിന് നമുക്ക് വേണ്ടത് മറ്റൊരു റേറ്റാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയും. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്? ഈ റിയാക്ഷൻ ആദ്യാവസാനം നടക്കുമ്പോൾ നമ്മളതിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈം മാത്രം എടുക്കുന്നു, ഒരു സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നു. ഇപ്പോൾ ഈ റിയാക്ഷൻ ബിഗിൻ ചെയ്ത 0 ഹവറിലാണ്, അത് 30 മിനിറ്റോളം നീണ്ടെങ്കിൽ ആഫ്റ്റർ 5 മിനിറ്റ്, ദാറ്റ് 5 മിനിറ്റ് ഈസ് ദ ഇനിഷ്യൽ ടൈം. പിന്നെ നമ്മളൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് നോക്കും. അപ്പോൾ എന്താണ് 5 മിനിറ്റ് എന്ന് പറയുന്നത് 6 മിനിറ്റ്.
ദാറ്റ് ഈസ് ദ ഫൈനൽ ടൈം. അപ്പോൾ 1 minute 60 seconds ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. ആ ടൈമിൽ എന്ത് ചേഞ്ച് കോൺസെൻട്രേഷനിൽ സംഭവിച്ചു? ഒന്നുകിൽ റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ. ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ആ 60 seconds, നമ്മൾ 60 എടുക്കുന്നത് 60, ആ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ rate of the reaction in a small interval of time. It is the rate of the reaction in a small interval of time. That is a small change in concentration in a small change in time. Small change in concentration divided by small change in time. That is called instantaneous rate of a reaction. അപ്പോൾ ഈ സ്മോൾ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ഇപ്പം എക്സ് കോൺസെൻട്രേഷനിലുണ്ടാകുന്ന ചേഞ്ച് എക്സ് എങ്കിൽ ഡി എക്സ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്, സ്മോൾ ലെറ്റർ ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ഈസ് ദ സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഡി ടി. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആർ, സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് സ്മോൾ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അത് നമ്മൾ റിയാക്റ്റൻറ്റിനെ വെച്ച് എഴുതുമ്പോൾ മൈനസ് ഡി എക്സ് ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ടൈം കഴിയുമ്പോൾ കുറവാണ്, അപ്പോൾ നെഗറ്റീവ് സൈൻ വരും. പ്രോഡക്റ്റ് വെച്ച് എഴുതുന്നെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി വെച്ചാൽ മതി. റേറ്റ് ആർ ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. എനിവേ വി ആർ ടേക്കിംഗ് ദ മാഗ്നിറ്റ്യൂഡ്, ബോത്ത് വിൽ ബി സെയിം, രണ്ടും സെയിം തന്നെയായിരിക്കും, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് മീൻസ് is the rate of variation in a small interval of time, in a very small interval of time. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇനിയും റേറ്റ് ലോ എന്ന് നമ്മൾ പറയും. റേറ്റ് ലോ, റേറ്റ് ഇക്വേഷൻ. ഏതോ റിയാക്ഷനും നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം, റേറ്റ് ലോ നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ജനറലായിട്ടൊരു ഇക്വേഷൻ എന്ന് പറയുകയാണ് സ്മോൾ ലെറ്റർ എക്സ് എ, സ്മോൾ ലെറ്റർ എക്സ് എഴുതുക, ക്യാപിറ്റൽ എഴുതുക. അപ്പോൾ അത് എങ്ങനെ വായിക്കും? എക്സ് എ പ്ലസ് സ്മോൾ ലെറ്റർ വൈ, ക്യാപിറ്റൽ ലെറ്റർ ബി, വൈ ബി. ഇപ്പോൾ രണ്ട് റിയാക്റ്റൻറ്റുകളാണ്, എയും ബിയും രണ്ട് റിയാക്റ്റൻറ്റുകളാണ്. അതിൽ എയുടെ എക്സ് മോൾസും ബിയുടെ വൈ മോൾസും പ്രവർത്തിക്കും. ഇത് റിംഗ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെ പറയാം? എക്സ് എ പ്ലസ് വൈ ബി ഗിവിങ് ആരോമാർക്ക് പ്രോഡക്ട്സ്. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് റേറ്റ് ലോ എഴുതുന്ന ഇപ്രകാരത്തിലാണ് നമ്മൾ എഴുതുന്നത്. റേറ്റ് ആർ സമം ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് എ എഴുതും. സ്ക്വയർ ബ്രാക്കറ്റിൽ എ ക്യാപിറ്റൽ എഴുതിയിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ റൈറ്റ് ടോപ്പിൽ എക്സ് എന്ന് എഴുതും. അപ്പോൾ അത് വായിക്കുന്നത് എങ്ങനെയാണ്? എ റേസ്ഡ് എക്സ്. സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുമ്പോൾ അത് നമ്മൾ വായിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് എ റേസ്ഡ് എക്സ്. സിമിലർലി പ്ലസ് സൈൻ കോൺസെൻട്രേഷൻ ഓഫ് ബി, ബി സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും, അതിൻ്റെ മുകൾ വശത്ത് വൈ. അപ്പോൾ റേറ്റ് ആർ ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെഴുതുന്നു? കോൺസെൻട്രേഷൻ ഓഫ് എ റേസ്ഡ് എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ്ഡ് വൈ ഇൻറ്റു കെ, റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. അപ്പം നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, അങ്ങനെ എഴുതാനുള്ള കാരണം ഇതാണ്. റേറ്റ് ലോ എഴുതുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു റേറ്റ് ലോ പറയുന്നു ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അതാണ് കാര്യം. നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പഠിച്ചായിരുന്നു ഫസ്റ്റ്, സെയിം തന്നെ, അത് തന്നെ. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അവിടെ ഒരു റിയാക്റ്റൻ്റേ ഉള്ളെങ്കിൽ അതിൻ്റെ മാത്രം എടുത്തേച്ചാൽ മതി. ഇനി if the reactants are more than 1 mole, you have to give a power to the concentration term which indicates the number of moles of the reactants. ഇവിടെ ഒന്നിലധികം മോളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺസെൻട്രേഷൻ്റെ പവറായിട്ട് നിങ്ങൾ ആ നമ്പർ ഓഫ് മോൾസ് എഴുതണം. നേരെ മറിച്ച് എ പ്ലസ് ബി ഗിവിങ് പ്രോഡക്ട്സ് എന്നാണെങ്കിൽ റേറ്റ് ആർ ഈസ് പ്രൊപ്പോർഷണൽ സൈൻ ഇടുക. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു
സ്ക്വയർ ബ്രാക്കറ്റിൽ എ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ ബി, എ ഇൻറ്റു ബി എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് എ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ബി, എ പ്ലസ് ബി എ ഉള്ളെങ്കിൽ. പക്ഷേ എക്സ് എ പ്ലസ് വൈ ബി എന്നെഴുതുമ്പോൾ റേറ്റ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ബ്രാക്കറ്റിലെ റേസ്ഡ് എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, ദാറ്റ് മീൻസ് സ്ക്വയർ ബ്രാക്കറ്റിൽ ബി റേസ്ഡ് വൈ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റേറ്റ് സ്മോൾ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു കെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ റേസ്ഡ് എക്സ് ഇൻറ്റു ബി റേസ്ഡ് വൈ. ഇതാണ് റേറ്റ് ലോ. ഇപ്രകാരം നമുക്ക് ഏതൊരു ഇക്വേഷനും നമുക്ക് റേറ്റ് ലോ എഴുതാൻ പറ്റും. നമ്മൾ ഈ രീതിക്ക് അങ്ങ് എഴുതി വെച്ചാൽ എത്ര മോൾസ് ഉണ്ട് അതിനെ പവറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എക്സും വൈയും ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ടൈംസ് ആണ്. കോൺസെൻട്രേഷൻ ടൈമുകളുടെ പവറാണ്. അതിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഒരു റേറ്റ് ലോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ കോൺസെൻട്രേഷൻ ടൈമുകൾക്ക് പവർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആ പവർ ഉണ്ടെങ്കിൽ അതിൻ്റെ സം എടുക്കുക. ഇവിടെ എക്സും വൈയുമാണ്. സോ എക്സ് പ്ലസ് വൈ ഇസ് ദ സം, ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇത് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എഴുതുന്നതാണ്. എപ്പോഴും ഇങ്ങനെ എഴുതുമ്പോൾ ഓർഡർ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് ഉയർന്ന ക്ലാസ്സുകളിൽ ഓർഡർ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഓർഡർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓൺലി ബൈ എക്സ്പെരിമെൻറ്റ്സ്. ഇറ്റ് മേ ബി സംടൈംസ് ട്രൂ ആസ് പെർ അവർ കാൽക്കുലേഷൻ ഓർ മേ ബി ഫാൾസ്. അത് നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ ഇങ്ങനെ ചെയ്ത പ്രകാരമുള്ളത് ശരിയാവാം, തെറ്റാണ്. ഒരിക്കലും ഇതാണ് എന്ന് നമുക്ക് 100% സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈംസ് ഇൻ ദ റേറ്റ് ലോ. ഒരു ഡെഫിനിഷൻ വാട്ട് ഈസ് മെന്റ് ബൈ ഓർഡർ. ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈംസ് ഇൻ ദ റേറ്റ് ലോ. ആരുടെ? ഓഫ് എ റിയാക്ഷൻ. ഇനി മറ്റൊരു ടൈമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മോളിക്കുലാരിറ്റി എന്ന് പറയും. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് അവിടെ പങ്കെടുക്കും. ഇവിടെ നമുക്ക് എത്ര മോൾസ് പങ്കെടുക്കുന്നുണ്ട്? എക്സ് എ പ്ലസ് വൈ ബി എന്ന് പറയുമ്പോൾ എക്സ് മോൾസ് പ്ലസ് വൈ, അപ്പോൾ എക്സ് പ്ലസ് വൈ. അവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റിയെ സംബന്ധിച്ച് എപ്പോഴും ശരിയാണ്, അതിനൊരു മാറ്റമൊന്നുമില്ല. ഇപ്പം 2a + 3b ഗിവിങ് പ്രോഡക്ട്സ് ആണെങ്കിൽ 2 + 3 ടോട്ടൽ 5 മോളിക്യൂൾസ് ആർ റിയാക്റ്റീവ്. സോ മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 5. ഇനി നമുക്കറിയാം മോളിക്യൂൾസിനെ നമ്മൾ ഒരിക്കലും മുറിച്ചെഴുതത്തില്ല. അപ്പോൾ വാട്ടർ ഒന്നുകിൽ 1H2O അല്ലെങ്കിൽ 2H2O അല്ലെങ്കിൽ 3H2O അല്ലെങ്കിൽ ½ H2O എന്ന് നമ്മൾ എഴുതാറില്ല. മോളിക്യൂൾസിനെ നമുക്ക് മുറിച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു വോൾ നമ്പർ വാല്യൂ ആയിരിക്കും. മോളിക്കുലാരിറ്റി മേ ബി എ വോൾ നമ്പർ വാല്യൂ. അത് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബാലൻസ്ഡ് ഇക്വേഷനകത്ത് റിയാക്റ്റൻസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കോഎഫിഷ്യൻറ്റുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാരിറ്റി കിട്ടും. പക്ഷെ ഓർഡർ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ റേറ്റിലോ എഴുതിയിട്ട് ഇത് തന്നെയാണെന്ന് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് ടു ബി ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം കിടക്കുന്നുണ്ട്. ഇവിടെ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിൽ ഒരു 3 ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ചുരുങ്ങിയത് എഴുതാൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. റൈറ്റ് 1 or 2 or 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഒന്നാമതായിട്ട് നമുക്ക് ഓർഡർ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ മോളിക്കുലാരിറ്റി എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് എഴുതാം. ഓർഡർ ഈസ് ദ സം ഓഫ് ദ ഡെഫിനിഷൻ തന്നെ നമുക്ക് ആദ്യം എഴുതാം. ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈംസ് ഇൻ ദ റേറ്റിലോ. മോളിക്കുലാരിറ്റിയോ ഇറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ reactants taking part in a reaction. Molecularity is the total number of the reactant molecules taking part in a chemical reaction. അടുത്ത ഡിഫറൻസ് എഴുതാം. ഓർഡറിൻ്റെ അടുക്കെ ഓർഡർ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. മോളിക്കുലാരിറ്റി ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. അത് നമ്മൾ തിയറി പഠിച്ച പ്രകാരം ടോട്ടൽ കൂട്ടി എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. പിന്നെ പറയുന്നു മോളിക്കുലാരിറ്റിയുടെ സൈഡ് റൈറ്റ് സൈഡ് മൂന്നാമത്തെ പോയിൻ്റാണ്. മോളിക്കുലാരിറ്റി ഈസ് എ വോൾ നമ്പർ വാല്യൂ. മോളിക്കുലാരിറ്റിക്ക് എപ്പോഴും വോൾ നമ്പർ വാല്യൂസേ വരത്തുള്ളൂ. നമ്മൾ പറഞ്ഞു
കാരണം മോളിക്യൂൾസിനെ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. ഇടത്ത് സൈഡ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഓർഡറിൻ്റെ കാര്യം എഴുതാം. ഓർഡറിന് പക്ഷേ ഫ്രാക്ഷണൽ വാല്യൂസ്, സീറോ, ഹോൾ നമ്പർ ഇതൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓർഡർ മേ ഹാവ് വാല്യൂസ്, സീറോ, ഫ്രാക്ഷണൽ ഓർ ഹോൾ നമ്പർ വാല്യൂസ്. ഇങ്ങനെ 3 ഡിഫറൻസ് നമുക്ക് എഴുതി വെക്കുവാനായിട്ട് സാധിക്കും, ഓർഡറും മോളിക്യുലാരിറ്റിയും ഒക്കെ തമ്മിൽ. ഇനിയും സീറോ ഓർഡർ റിയാക്ഷൻ. എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? ഈ ഓർഡർ ഞാൻ പറഞ്ഞു ഫ്രാക്ഷനിൽ വരാം. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷനുകളുണ്ട്, സീറോ ഓർഡർ റിയാക്ഷനുകളുണ്ട്, അതിൽ ഹോൾ നമ്പർ വരുന്നതുകൊണ്ട്. സീറോ ഓർഡർ റിയാക്ഷൻ അതെടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ടൈം അതിൻ്റെ പവറിൻ്റെ സമ്മാനം എന്ത്? അതിൻ്റെ പവറിൻ്റെ സമ്മാനം എന്ത്? ഓർഡർ എന്ന് പറഞ്ഞു. അപ്പോൾ കോൺസെൻട്രേഷൻ ടൈമിൻ്റെ പവറിൻ്റെ സമ്മ എടുക്കുമ്പോൾ 0 വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിനർത്ഥം എന്താണ്? 1 a raised to 0 1. Any concentration or any number raised to 0 is equal to 1. You get only one value, constant value 1. That means the rate is always constant whatever the concentration. എത്ര മോൾസ് എടുക്കുന്നു, കോൺസെൻട്രേഷൻ നിങ്ങൾ എങ്ങനെ മാറ്റുന്നു, ഇതൊന്നും വിഷയമല്ല. The rate of the reaction is always constant. That means the rate of the reaction is independent of the concentration of the reactants. The rate of the reaction is independent of the concentration of the reactants. Such a reaction is called zero order reaction. Such a reaction is called zero order reaction. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ -dx/dt is equal to k, where k is a constant. For a zero order reaction, the rate R സമം നമ്മൾ നേരത്തെ പറഞ്ഞു -dx/dt, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് എഴുതാം. -dx/dt സമം k is equal to k. k is a constant, no change. അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ റിയാക്ഷൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ, അതായത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കണം. k ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് k ഈസ് ഈക്വൽ ടു x0 മൈനസ് x, x0 minus x divided by t. My integrated rate law of zero order reaction is given by, എങ്ങനെയാണ് അത് കിട്ടുന്നത്? റേറ്റ് കോൺസ്റ്റൻറ്റ് k is equal to x0 minus x by t. എന്താണ് x0? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എന്താണ് x? ആഫ്റ്റർ എ ടൈം t, ടിക്ക് ശേഷമുള്ള ടൈം, ആ ടൈമിലെ കോൺസെൻട്രേഷൻ. അപ്പം k is equal to x0 minus x by t. ചില പുസ്തകങ്ങളിലൊക്കെ എക്സിന് വരെ 6 അവർ ഉപയോഗിക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ ടൈമായിട്ട് 6 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? k is equal to r0 മൈനസ് r, എല്ലാം സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. r0 സ്ക്വയർ ബ്രാക്കറ്റിൽ മൈനസ് r സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ k is equal to r0 minus r divided by t. That is the integrated rate law of zero order reaction. അപ്പം അത് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതേപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പിന്നീട് പറയും. ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഡിനോട്ടഡ് ഹാസ് ടി ഹാഫ്. ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ സൂചിപ്പിക്കുന്ന സ്മോൾ ലെറ്റർ ടി റേസ്ഡ് ഹാഫ്. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു r0 അല്ലെങ്കിൽ x0 സ്ക്വയർ ബ്രാക്കറ്റിൽ r0യോ x0യോ, ആറെങ്കിൽ 6, നിങ്ങൾ ഉപയോഗിക്കുന്ന x എങ്കിൽ x, 0/2k ഡിവൈഡ് ബൈ 2k. എന്താണ് k? റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പം സീറോ ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു x0 ഡിവൈഡ് ബൈ 2k
അല്ലെങ്കിൽ R0/2K. കോൺസെൻട്രേഷൻ എന്നെ x1 പറയാമെന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് അതും എഴുതാൻ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ? അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്, ദാറ്റ് ഈസ് മോൾ ലിറ്റർ റേസ്ഡ് -1 ടൈം റേസ്ഡ് -1. മോൾ ലിറ്റർ റേസ്ഡ് -1 ടൈം റേസ്ഡ് -1. മോൾ ലിറ്റർ റേസ്ഡ് -1 ടൈം റേസ്ഡ് -1. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. തൽക്കാലം ഇത്രയും കൊണ്ട് നിൽക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.